ഹലോ, ഇപ്പോൾ സ്റ്റിച്ചിങ് ചാനൽ എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചില കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയ കാരണം 23 വർഷങ്ങൾക്ക് ശേഷം പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ചാനലത്തെ കൂട്ടുകാർക്ക് അറിയില്ലെങ്കിലോ വെച്ചിട്ടോ അത് പറയുന്നത്. അത് കാരണം റെസ്റ്റൊന്നുമില്ല, പക്ഷെ സൂക്ഷിക്കലാണ്. അത് കാരണം സ്റ്റിച്ചിങ് ഒന്നും ചെയ്യാമല്ലോ. പക്ഷെ ഇന്നലെ ഞാൻ ഈ ഒരു കുഷ്യൻ്റെ കവർ ഇങ്ങനെ തയ്ക്കുമ്പോഴേ നല്ല ഈസി കിട്ടും. അപ്പോൾ എനിക്ക് തോന്നിയത് കൂട്ടുകാർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. കുഷ്യൻ്റെ കവർ ഞാൻ പതുക്കെ ഇരുന്ന് അങ്ങനെ തയ്ച്ചുണ്ടാക്കുമായിരുന്നു കേട്ടോ. വലിയ പണിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നല്ല ഈസിയാണ്. അപ്പോൾ ഇന്നലെ രാത്രി കണ്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്തത്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വീഡിയോ എടുത്തു. നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഇനി ഞാൻ പറയുന്നത് എന്തൊക്കെയോ കൺഫ്യൂഷൻ ആവും. ഒന്നും വേണ്ട, സിമ്പിളായിട്ട് കണ്ടോ. ഇതിന് സിബും വേണ്ട, ബട്ടൺസ് ഒന്നും വേണ്ട. 3 സ്റ്റിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതിന്. അപ്പോൾ എളുപ്പം ഒന്ന് പോയിട്ട് കണ്ടിട്ടേ. ഞാനിവിടെ ഒരു 3-4 കുഷ്യന് തയ്ക്കാനുള്ള മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു കുഷ്യന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ അതിൽ മുറിച്ചെടുക്കലാണ് ആദ്യത്തെ പരിപാടി. ഇത് നല്ല കട്ടിയുള്ള നല്ലൊരു മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ സോഫക്കൊക്കെ കവറൊക്കെ ചെയ്യൂലേ, സോഫ കവർ ചെയ്യുന്ന പോലത്തെ ഒരു നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 16x16 രീതിയിലുള്ള കുഷ്യനാണ്. അതായത് നമ്മൾ സോഫയിലൊക്കെ നല്ലൊരു ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് 16x16 ആണ് കേട്ടോ ആ ഒരു സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കുഷ്യന് വേണ്ടിയിട്ട് 17 ഇഞ്ച് വീതിയും 41 ഇഞ്ച് നീളമുള്ള ഒരു പീസാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു കുഷ്യൻ തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 മീറ്റർ മെറ്റീരിയൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളിതിനെ 16x16 ആക്കിയിട്ട്, അതായത് സമചതുരത്തിലുള്ളൊരു പീസാക്കണം. അപ്പോൾ നമുക്ക് പോക്കറ്റ് പോലെയല്ലേ വേണ്ടത്. അപ്പോൾ ഞാനിതങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് നോക്കി. അതായത് എനിക്ക് എങ്ങനെയാണ് ഈ അളവ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെ അളവ് വെച്ച് 16 ആയോ ഒന്ന് നോക്കുക. വീതി എന്തായാലും 16 ആയിരിക്കും, നീളം 16 ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി വെക്കുക. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സമചതുരാവാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തത് ഞാൻ പറഞ്ഞു തരാം. 1.5 ഇഞ്ചാണ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ താഴത്തേക്ക് 11 ഇഞ്ച്. കൺഫ്യൂഷൻ ആവുമൊന്നും വേണ്ട, ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. 11 ഇഞ്ച്. അതിൻ്റെ താഴേക്ക് 16 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. പിന്നെ അതിൻ്റെ താഴേക്ക് 12.5 ഇഞ്ച് ബാലൻസ് ഉണ്ടാവും. അത് പിന്നെ മാർക്ക് ചെയ്യേണ്ടതില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഈ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ അപ്പുറത്തെ വശത്തേക്കും 2 സൈഡിലും കൂടി മാർക്ക് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് തയ്ക്കുന്ന സമയത്ത് ഈസി ആവും. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. കണ്ടോ, ഇതേപോലെ നമുക്ക് പിടിച്ച് മടക്കാനൊക്കെ ഈസി ആവും. നമ്മളിതാ ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതങ്ങനെ വിരൽ വെച്ചിട്ട് നമ്മളിതാ ഇതിനെങ്ങനെ മടക്കിയിടും. പിന്നെ ഇത് വക്കടിക്കാനുള്ളതാണ്. 1.5 ഇഞ്ച് ഇങ്ങനെ മടക്കി വക്കടിക്കണം ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ഇങ്ങോട്ടും മടക്കും. അങ്ങനെ അപ്പുറവും ഇപ്പുറവും അങ്ങോട്ട് ഇട്ടിട്ട് ക്രോസ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ ഈ ഭാഗത്തൊരു സ്റ്റിച്ച്, ഈ ഭാഗത്തൊരു സ്റ്റിച്ച്, പിന്നെ അകത്ത് മടക്കി അടിക്കുന്ന ഒരു സ്റ്റിച്ച്. അങ്ങനെ ആകെ 3 സ്റ്റിച്ചേ നമുക്കിതിന് വരുന്നുള്ളൂ. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യൽ നോക്കാം. ആദ്യം നമ്മൾ മടക്കി അടിക്കാനുള്ള ആ ഒരു 1.5 ഇഞ്ച് ഉണ്ടല്ലോ, അത് മടക്കി അടിക്കുക. ഇത് സാധാരണ മെഷീനിൽ തയ്ച്ചാലും മെഷീൻ കംപ്ലൈൻ്റ് ആണെന്നൊക്കെ പറയും. പക്ഷേ ഞാനതൊന്നും നോക്കാറില്ല കേട്ടോ. മെഷീനിൽ നല്ല സ്മൂത്തായിട്ട് സംഭവം പോകുന്നൊക്കെ ഉണ്ട്. കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ അല്ലേ, അതൊക്കെ ഇതിമ്മ പോകും കേട്ടോ. അപ്പോൾ അത് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഈ ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അത് ഇങ്ങനെ അതായത് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ മടക്കി വെക്കുക. ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചു. അതേപോലെ ഇപ്പുറത്തത് ഇങ്ങനെ. അത് നിങ്ങളെ കയ്യിൽ ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ മാർക്ക് ചെയ്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് ഞാനത് മടക്കിയതെന്ന്. നമ്മൾ ടേബിളിൽ ഇട്ടിട്ടും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും കാണിച്ചു തന്നതാ. കണ്ടോ, ഒന്നും കൂടെ കാണിച്ചു തരാം. ഈ ഭാഗം ഇങ്ങനെ മടക്കുക, ഈ ഭാഗം ഇങ്ങനെയും മടക്കി വെക്കുക. എന്നിട്ട് അതങ്ങോട്ട് തയ്ച്ച് ക്ലോസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നന്നായി അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കി വെക്കാൻ കേട്ടോ. എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടോ കുറച്ച് ഇങ്ങോട്ടോ ഒക്കെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം തയ്ച്ച് അപ്പുറം മറിച്ചെടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഫിനിഷിങ് കമ്മി തോന്നിയേക്കാം. ഇതാ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും കംപ്ലീറ്റ് ആക്കണം. നമ്മൾ ഈ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തത് അപ്പുറത്തും ഇപ്പുറത്തും കട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് അതൊക്കെ തയ്ക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് 2 ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ക്ലോസ് ചെയ്ത് അവിടെ തയ്ച്ച് ക്ലോസ് ചെയ്യാം. സിമ്പിളാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ആയിട്ട് തോന്നുമായിരിക്കും. വളരെ സിമ്പിൾ. അത് നമുക്ക് വലിയ കുഷ്യനും ചെറിയ കുഷ്യനും ഒക്കെ അളവ് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല ടേബിളിൽ, അതേപോലെ അഡ്ജസ്റ്റ് ചെയ്തിടുക. എന്നിട്ട് എവിടെയൊക്കെ ആണെങ്കിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് സൈസിലുള്ള കുഷ്യനും വേണമെങ്കിൽ തയ്ക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളി കുഷ്യൻ സെറ്റായിട്ടോ. സിബും വേണ്ട, ബട്ടണും വേണ്ട, നല്ല പെർഫെക്റ്റ് കുഷ്യനായി. തലയാണി നമ്മൾ 16x16 തലയാണിയാണ് കേട്ടോ ഇത്. അത് നമ്മൾ ഇങ്ങനെ പിടിക്കുക, നമ്മൾ ഈ കുഷ്യൻ്റെ ഇങ്ങനെ ഇടുക. ഇവിടെ സെറ്റായ ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ
അടപ്പെടുക്കുക. ഇത് ജസ്റ്റ് ഒന്നങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ അടപ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റാക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ദിവസേന ആക്കി കൊടുക്കണം. ദിവസം നമ്മൾ വീടൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മളെ കുഷ്യനുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആക്കി ഒന്ന് കൊടുക്കണം. നല്ല പഫായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാനിതങ്ങനെ 4 കുഷ്യൻ കവർ ഉണ്ടാക്കി കേട്ടോ. ഈ 3 അടിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് നല്ല എളുപ്പമാണ് കൂട്ടുകാർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് കേട്ടോ. അപ്പോൾ നല്ല സുഖമല്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് സ്പേസ് ഇങ്ങോട്ട് പോയ കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് കാണുകയില്ല. ഇതിങ്ങനെ ഒരു പ്രൊട്ടക്ഷനായിട്ട് തന്നെ നിൽക്കും. പിന്നെ ബട്ടൺസിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനിതിൻ്റെ സ്റ്റിച്ചിങ് പറഞ്ഞത് എല്ലാവർക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും എപ്പോഴേലൊക്കെ അങ്ങനത്തെ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ.